cheers, nice to meet you. Okay, thank you. ഞങ്ങൾ ഡ്രൈവ് മുന്നോട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയ മലകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ പറയുക, രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞേയില്ല ഇത്രയും വലിയ വളവൊക്കെ വളഞ്ഞാൽ ഞങ്ങൾ താഴോട്ട് വന്നതെന്ന്. ഇപ്പം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഈ വഴിയൊക്കെ താണ്ടിയാണ് ഞങ്ങൾ താഴോട്ട് വന്നത്. അപ്പം ഞങ്ങൾ ഈ ഹെല്ലിൻ്റെ ഈ മൗണ്ടൻ റേഞ്ച് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഹെല്ലിൻ്റെ അകത്ത് 40 കിലോമീറ്ററിൻ്റെ അകത്ത് വരുന്ന ഒരു റേഞ്ചാണ് ഈ കാണുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു 6 വർഷം മുമ്പ് ഫയർ വന്നു. അങ്ങനെ ഫയർ വന്നപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫുള്ള് തീ വന്ന് കരിഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതോടുകൂടി ഇവിടുത്തെ ഫാമിംഗ് സെക്ടറൊക്കെ പോയി. ഇപ്പോൾ ടൂറിസം, ഓവർലാൻഡിങ് ഈ റേഞ്ചിലുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും ഹെല്ലിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്നിച്ചുള്ള യാത്രയാണ്. ഹെല്ല് മാത്രമല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷനാണ്. എങ്ങനെ ഹെല്ലിൽ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്തു. ഇന്നലെ പെർമിറ്റോട് കൂടി ഞങ്ങൾ ഇവിടെ പോയി നിന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ ഈ പുറകെ കാണുന്ന 4x4 വണ്ടിയാണ്, ഹൈലക്സ് ആണ്. ഇതിൽ ഞങ്ങൾ ഒരു ഫാമിലി ഒന്നിച്ചുള്ള ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളിൽ കൂടിയുള്ള ഒരു ഓവർലാൻഡിങ് ട്രിപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് ദ ഹെൽ. അപ്പം ഞങ്ങളിങ്ങനെ കയറുവാണ് മുകളിലോട്ട്. അപ്പോൾ വണ്ടികൾ ഇപ്പം കണ്ടില്ല, വണ്ടികൾ സ്ലിപ്പായിട്ട് താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, അതുപോലത്തെ റോഡുമാണ്. ഒരു വണ്ടി ഇങ്ങനെ കഷ്ടി പോകാൻ പറ്റുന്ന കൂട്ട് റോഡാണ്. പിന്നെ ഈ അപ്പം നമ്മളിങ്ങനെ ഹെല്ലിൻ്റെ ഇന്നലെ രാത്രി പോയ വഴി ഇതാണ്. ഹെല്ലിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ പോരുവാണ്. ഇനിയുണ്ട് കേട്ടോ മുകളിലോട്ട് കയറാൻ. ഇങ്ങനെ കയറി താഴോട്ട് അവിടെ ഇതുവരെ സോഫാർ ഇത്രയും കയറി. റോഡ് നല്ല റോക്കി ബായ് ആണ് റോഡ്. അപ്പോൾ നമ്മൾ ഹെല്ലിൻ്റെ അടുത്ത റൗണ്ട് സെക്ഷനിലേക്ക് കയറിയേക്കുവാണ്. അങ്ങ് ആ കാണുന്ന റോഡിലേക്ക് ഇനി നമുക്ക് എത്തണം ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് കൂളാവാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. ഞങ്ങളും ഒന്ന് കൂളാവാൻ വേണ്ടി നിർത്തിയതാണ്. 2H ഇട്ടല്ലേ വന്ന് കയറി പോരുന്നതേ. അപ്പോൾ വണ്ടി കിടക്കുന്നുണ്ടോ, ഇങ്ങനത്തെ സ്ഥലത്താണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇതിൽ അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴേക്കും നമുക്ക് ഈ എഡ്ജ് മാത്രമേ, ആ ലൈറ്റിൻ്റെ ലൈന് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ആണ് മുമ്പോട്ടുള്ള വ്യൂ കണ്ടാൽ ഇങ്ങനെ കയറി.
അപ്പം അതിൻ്റെ ഏറ്റവും താഴെ അങ്ങ് അവിടെയാണ്, ഇതിൻ്റെ ഏറ്റവും ഡീപ്പിലാണ് ഹെല്ല് വരുന്നത്. കുറേ കാര്യങ്ങളുണ്ടാവുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ഇതുണ്ടോ പുള്ളി തന്നെ പറഞ്ഞ സ്റ്റോറി കണ്ടില്ലേ, നമുക്ക് കേട്ടില്ലേ പുള്ളി, അതിൻ്റെ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റോറി, അവരങ്ങനെ ക്ലിയറായിട്ട് പറയുന്നില്ല. പല ഐതിഹ്യങ്ങളും ഇതിന് പിന്നിലുണ്ട്, ഹെല്ല് എങ്ങനെയാണ് ഹെല്ലായെന്നുള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് വേറൊരു കേട്ടൊരു സ്റ്റോറിയാണ്, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയും ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമായിരുന്നു. അപ്പം അന്ന് പറയുന്ന നരകത്തിൽ കൊണ്ടിടും എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി തള്ളുമെന്നാണ്. എന്നുവെച്ചാൽ പുറം ലോകമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഫേമസ് ആയ ഒരു ആൽക്കഹോളുണ്ട്, അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രഗ്സിൽ നിന്ന് മാറ്റി ഈ ആൽക്കഹോളിനെ ഡിപ്പെൻഡ് ആക്കും. അതിനുശേഷം നന്നായിട്ട് ഫാം വർക്കൊക്കെ ചെയ്യിച്ച് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന കേസും പിന്നെ പുറം ലോകം കാണാത്ത കേസും അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ സ്റ്റോറികളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഹെൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ നമുക്ക് അധികം ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് കുറവായിരിക്കും. അതായത് നമുക്ക് എപ്പോഴും ഒത്തിരി പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരും ഇതൊക്കെയുണ്ട്. അപ്പം ഇവർ വണ്ടിക്ക് ഒരു റെസ്റ്റ്, ഞങ്ങളുടെ ഫ്രീസറിൻ്റെ അകത്ത് എല്ലാവരും വെള്ളം എടുക്കാനും നല്ല ചൂടുണ്ടല്ലേ, നല്ല ടഫ് ടെറൈൻ അല്ലേ. ഞങ്ങളുടെ വണ്ടിയുടെ വെള്ളത്തിൻ്റെ സപ്ലൈ ഇവിടെയാണ് കേട്ടോ, ഞങ്ങൾ എക്സ്റ്റേണൽ സപ്ലൈ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം വേണമെങ്കിൽ അങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. ഇതിൻ്റെ അത് ഏതാണ്ട് 80 ലിറ്ററോളം വെള്ളം നമുക്ക് ഡേ ടു ഡേ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുകൂടാതെ വണ്ടിക്കകത്ത് അത്യാവശ്യം കട്ട്ലറി, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ. ഐസ്ക്രീമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പരിപാടിയില്ലല്ലേ, എന്തായാലും ഫ്രിഡ്ജ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. അത്യാവശ്യം ഫ്രിഡ്ജും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ട സാധനങ്ങൾ ചൂടുള്ളപ്പോൾ ഉണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ഓവർലാൻഡർ? അയ്യോ റെഡി. അവൻ ഇച്ചിരി ഒരു ക്ഷീണവും പനിക്കോളൊക്കെ ആയിരുന്നു ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയപ്പം. സ്കൂൾ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ എന്നാലും ഇത്രയും പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ ട്രിപ്പ് ചെയ്തിട്ട് അവൻ പറഞ്ഞു ഇല്ല ഞാനും വരുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, ഇവരില്ലാതെ നമുക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് തകർക്കാം എന്ന് പറഞ്ഞു. എന്നാണെങ്കിലും അവനാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. രാവിലെ ടെൻറ്റ് സെറ്റ് ചെയ്യാനും കെട്ടാനും ഒക്കെ മുമ്പ് വണ്ടിയുടെ മുകളിൽ കയറാനൊക്കെ അവന് ഭയങ്കര സൗകര്യമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇനിയും മുകളിലോട്ട് പോകണം കേട്ടോ. വണ്ടി കിടക്കുന്നുണ്ട് ഇങ്ങനെ ചെരിഞ്ഞ്. നമ്മൾ വിശ്വസിച്ചില്ല, ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് സ്റ്റീപ്പായിട്ട് ഇറങ്ങിപ്പോയ കാര്യം നമ്മൾ അറിഞ്ഞില്ല. ഇന്നലെ ഇതിൽ ഇറങ്ങിപ്പോയത് ഇവർ കിടന്ന് എന്നോട് എഡ്ജി പോരുത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ രസമായിരുന്നു അല്ലേ? പക്ഷെ കറണ്ടോ ഒരു ഇതുണ്ടോ, ഒരു പോസ്റ്റോ ലൈനോ ഒന്നുമില്ല. സോളാറുണ്ട് ഇപ്പോൾ കുറച്ച്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈക്കേഴ്സ് എല്ലാം ആക്റ്റീവാണ്, എല്ലാവരും റോഡ് ട്രിപ്പ് മൂഡാണ്. ഞങ്ങളപ്പം ജസ്റ്റ് ഒരു സ്റ്റോപ്പ് കണ്ടപ്പം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതെല്ലാം BMൻ്റെ GS. ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അപ്പം ഗവൺമെൻറ് ഇവിടെ ഒരു സ്റ്റോപ്പ് ഓവറൊക്കെ ഉണ്ട്. നോക്കി എന്ത് നന്നായിട്ട് അവർ വെച്ചേക്കുന്നത് നോക്കി. ഇത് ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ടുള്ള പിന്നെ ടോയ്ലറ്റും അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒത്തിരി പേര് ഓർലാൻഡേഴ്സ് എല്ലാം തന്നെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. സിയാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഡാർലിയും പിള്ളേരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്ക് പോയി. അതിൻ്റെ നടുക്കോടെ ഇങ്ങനെ റോഡ്. എല്ലാവരും അങ്ങോട്ടാണ് നടക്കുന്നത്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. എന്താ ആംബിയൻസ് നോക്കി, എന്താ രസം നോക്കിയോ. നമ്മുടെ തലയ്ക്ക് മുകളിലോട്ട് തന്നെ നിൽക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേരെ മുകളിലോട്ടാവും അതിൽ. വാ, നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരെ ഒന്ന് കയറിയിട്ട് വന്നാലോ സാൻജ? പോയിട്ട് വരാം. ഗവൺമെന്റ് തന്നെ വെച്ചേക്കുന്ന ക്ലീനിങ് ഫെസിലിറ്റീസ് ഒക്കെയാണ്. ടോയ്ലറ്റ് ഒക്കെ ഗവൺമെന്റ് തന്നെയല്ലേ?
സാൻസിയ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഞാനും അമ്മയും കൂടെ പോയിട്ട് വരാം. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇൻഫർമേഷൻ സെൻ്ററൊക്കെയാണ്. എനിക്ക് ഈ റോഡിൻ്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ഇങ്ങനെയുള്ള പഴയ ഫോട്ടോസ്, ഇത് ആരാണ് ഈ റോഡ് കണ്ടുപിടിച്ചത്, പീറ്റർ ജോൺ മെർലിൻ, ഇയാളുടെ പേരിലുള്ള ഫോർമർ ഡീറസ്റ്റ് ഡിസ്ട്രിക്റ്റ്, ഫാർമർ ഫ്രം ദ ഡീറസ്റ്റ് ഡിസ്ട്രിക്റ്റ്. ഓക്കെ, നമ്മളെ ബംഗറിൽ പോയ സ്ഥലം. ഓക്കെ, ഞാൻ അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, ഈ റൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി എന്ത് നീറ്റായിട്ടാണ് വെച്ചേക്കുന്നതല്ലേ. ഇവിടുത്തെ പ്രദേശത്ത് വളരുന്ന പ്ലാന്റുകളുടെയൊക്കെ ഓരോ ചെറിയ മോഡലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വാട്ടർഫോൾ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററും ഉണ്ട്. മുകളിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, നോക്കാമല്ലോ. തലയ്ക്ക് മുകളിൽ എന്തിയാ മേഡം കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ. തലയ്ക്കും മുകളിലേക്ക് കല്ല് നിൽക്കുക രണ്ട് സൈഡിലും. അപ്പോൾ രണ്ട് സൈഡിലും പാർക്കിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ആ സൈഡിലും പാർക്കിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതെ, വെള്ളം ഒഴുകി നല്ല സ്ലിപ്പായി കിടക്കണമെന്ന് തോന്നുന്നു. വാ, നല്ല രസമുണ്ടല്ലേ. നമ്മളിങ്ങനെ അങ്ങ് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്ന് ചോദിക്കുന്നത്, ഓ ഇതാണ് അതിൻ്റെ വിഷ്വൽ കേട്ടോ. വാ, അത് സൂപ്പർ വിഷ്വലായിട്ടോ. എങ്ങനെയുണ്ട്? അതെല്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നേ, അപ്പോൾ അതിൻ്റെ കൊണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് വെള്ളം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ നല്ല ഒരു നൂല്, അതിൻ്റെ യുണീക്ക് അതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പോയിന്റിൽ നിന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന പോലെ തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. തൊട്ട പോലെ ആകാശം മാത്രമാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അത് ഒരൊറ്റ സ്ട്രീമായിട്ട് ഇങ്ങനെ താഴോട്ട് വന്ന് വീഴുവാണ്. അപ്പോൾ ഇവിടെയാണ് ആൾക്കാരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ കുളിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ സാധാരണ ഇത്രയും ഡീപ്പ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. അത് നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ മഴയുള്ളത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഇതായിട്ടോ. അതെ, ഇഷ്ടപ്പെട്ടനെ. അവൻ ഇച്ചിരി അവൻ ഉറങ്ങിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവനെ തന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ട് വരാൻ തോന്നാത്തതുകൊണ്ട് സാൻസിനെ കൂട്ടാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ട് പോകുന്നു. പക്ഷെ വന്നായിട്ട് ഏതൊക്കെയാലും അവർ വീഡിയോ കാണുമ്പോൾ അവർക്ക് മിസ്സായി എന്ന് ഉറപ്പായിട്ടും പറയും. ഇന്ന് വൈകിട്ട് പോകുന്നിടത്ത് വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ആ ആംബിയൻസ് ഒന്ന് നോക്കിയോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ അതിൻ്റെ തൊട്ട് താഴെയാണ് ആ റോഡ് പോകുന്നത്. ആ റോഡിലേക്ക് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കൂടെ കിട്ടുമായിരുന്നു നിങ്ങൾ ഇവിടെ ഇരുന്നത്. എല്ലാവരുടെയും വീക്കെൻഡ് റിലാക്സിങ് സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാവരും ഒന്ന് വെള്ളത്തിൽ കുളിക്കാനും അങ്ങനെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. അതൊരു പക്ഷേ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഇവിടെ മഴയില്ലായിരുന്നെങ്കിൽ നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു അല്ലേ. വെള്ളം കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് വന്നേനെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ കണ്ടില്ലേ, നമ്മൾ പോയടത്തെല്ലാം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിലും ഒരു ക്വിക്ക് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സൗകര്യമാണ്. റോഡിന് നമ്മൾ വണ്ടി നിർത്തുന്നിടത്ത് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കാണിയില്ലേ എന്ന് പറഞ്ഞ പോലെ. ഏതൊക്കെയായാലും സ്കൂൾ പിള്ളേർക്കെല്ലാം ഒരു സ്റ്റോപ്പ് ഓവർ സ്പോട്ടാണ് കേട്ടോ. അവരൊക്കെ എല്ലാവരും വന്ന് നിർത്തി. സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേർ ഹലോ എല്ലാവരും വരുന്നു. അവർക്കൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ളൊരു സ്പോട്ടാണ്. എല്ലാവരും വെച്ചാൽ അതുപോലെ നല്ലൊരു ആംബിയൻസിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർത്തുമെന്ന് കണക്കാക്കി തന്നെ ഗവൺമെൻറ് അതിനുള്ള ഫെസിലിറ്റി ആക്കിയിട്ടുണ്ട്. ഒത്തിരി മേളിലോട്ട് നടന്നു പോകാനും ഇല്ലല്ലേ. അതെ, ഇത്തിരിയേ നടക്കാനുള്ളൂ അല്ലേ. കുറച്ചേ ഉള്ളത്. പ്രായമില്ലാത്ത എല്ലാവർക്കും കയറിപ്പോവും, അപ്പച്ചന്മാർക്കും. ഹലോ. അപ്പം നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലായി കാണും. വെള്ളക്കാരും കറുത്ത ആൾക്കാരും എല്ലാം റെയിൻബോ നേഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ. ഒത്തിരി ഇന്ത്യൻ വംശജരും ഒക്കെ ഉള്ള ഒരു സൗത്ത് ആഫ്രിക്ക. ആ സൗത്ത് ആഫ്രിക്കയിൽ കൂടെയും അതിനോട് അനുബന്ധിച്ചുള്ള രാജ്യങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാലും എനർജി ഇപ്പോഴും ഹൈ തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എനർജി കൂടും. അങ്ങനെയല്ല, നന്നായിട്ട് വിഷ്വൽസ് എടുക്കാനും നിങ്ങളിലേക്കും കാണിക്കാൻ പറ്റുമെന്നുള്ളൂ. പിള്ളേരെന്താക്കിയോ എന്തോ, പിള്ളേർ ഒരാൾ ഉറങ്ങുന്നു, മറ്റേ ആൾ മടുത്തിരിക്കുന്നു വണ്ടിക്കകത്തുണ്ട്. അവർക്ക് വലിയൊരു മിസ്സായിപ്പോയി. അപ്പം ഞങ്ങൾ തിരിച്ച് എൻഡ് ഓഫ് വെസ്റ്റേൺ കേപ്പ്. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് വെസ്റ്റേൺ കേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയണം. വെസ്റ്റേൺ കേപ്പിനോട് വിട പറഞ്ഞ് ഇനി അടുത്ത നമ്മൾ നോർത്തേൺ കേപ്പിലേക്ക് കയറാൻ പോകും കേട്ടോ. ഇത് ഗവൺമെൻറ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുണ്ടോ സ്ഥലങ്ങളാണ്, ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ. ഓസ്ട്രേലിയൻ്റെ സ്ഥലമായ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, കറു എന്ന് പറയുന്ന സെമി ഡെസേർട്ട് ലാൻഡ്. അങ്ങനെ ഇതിനുണ്ട് സ്നൈസ്ന എന്ന് പറയുന്ന കടലുമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലവും, വെയിൽ വാച്ചിനെയൊക്കെ കാണാൻ പറ്റുന്ന വെൽഡർനെസ്,
പിന്നെ ക്രൊക്കഡൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്രൊക്കഡൈൽ ഫാമിംഗ് ആയിട്ടുള്ള ഏരിയ, ഹാൻഡ് കേവ്സ്, എല്ലാവരും കാണുന്ന വൈന്യൂ ആർട്സ്, അങ്ങനെ എല്ലാം കൂടി വരുന്നത് ഇൻഫർമേഷൻ സെൻ്ററാണ്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. അപ്പം ഞങ്ങളുടെ റൂട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റൂട്ട് 62 ആണ് എടുത്തത്. ഇങ്ങനെ മൊത്തം കറങ്ങാണ്. അത് പറയുമ്പം ഞങ്ങളുടെ ഏകദേശം ഒരു റൂട്ട് പ്ലാനിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടേക്കാം. ഞങ്ങൾ എന്തൊക്കെയാണ് ഈ ട്രിപ്പിലൂടെ, ഒരു ഇത്രയും നീണ്ടു നിൽക്കുന്ന ഈ ട്രിപ്പിലൂടെ എവിടെയൊക്കെയാണ് കവർ ചെയ്യാനാണ്. ഹലോ, ഡിഡ് യു സ്ലീപ്പ്? യു മിസ്ഡ് എ നൈസ് വാട്ടർഫോൾ. ബട്ട് ഡോണ്ട് വറി, വിൽ ഷോ ഇൻ ദ വീഡിയോ. ഓക്കെ, അവനോടൊന്ന് ആദ്യം ചോദിച്ചാൽ എപ്പോഴും അവനെ വെള്ളത്തിൽ കൊണ്ടുവന്നേന്ന്. ഓക്കെ, വെള്ളത്തിൽ ചാടിക്കാടാ, ഞാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന സ്റ്റേയിൽ അടിപൊളി വെള്ളമുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് കയറാം, സമയങ്ങളുണ്ട്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ഒന്നുമില്ല. നമ്മൾ ഇനി അധികം സമയം കളയുന്നില്ല. ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ഇച്ചിരി ലേറ്റായി തന്നെയാണ് ക്യാമ്പ് സൈറ്റിൽ എത്തുന്നത്. അപ്പോൾ ക്യാമ്പ് സൈറ്റിനെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറികളൊക്കെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകണം. ഓക്കെ, ഈ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈവാണ്. ഒരു പുഴയുള്ളത്, അപ്പോൾ നമ്മുടെ റോഡിങ്ങനെ 10 പാലവിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അതായത് കുറച്ച് നേരം റിവറിൻ്റെ ആ സൈഡിൽ കൂടെ നമ്മൾ പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സൈഡിൽ കൂടെ. ഇതിപ്പോൾ നോക്കിയോ, ഇപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് മാറുക. കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു വീട് കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിൻ്റെ ഒന്നുമില്ല, ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഒന്ന് കാണിച്ച സാധിച്ചാൽ നോക്കി, വെറും ഓപ്പൺ ലാൻഡുകളാണ്. പക്ഷേ അതിൻ്റെ നടുക്ക് നല്ലൊരു സൂപ്പർ ഒരു വീട് കണ്ടേ, നല്ല. അപ്പോൾ അവിടെ ക്യാമ്പ് സൈറ്റൊക്കെ ഉണ്ട് ആ വീടിനോടനുബന്ധിച്ച് തന്നെ. പക്ഷെ നല്ല പട്ടിയുണ്ട്. പട്ടി ഞങ്ങൾ ഓടിക്കാൻ വന്നു, ഞങ്ങൾ ഓടി. അത് കുഞ്ഞു മാനുകൾ കാണാൻ പറ്റുന്നുണ്ടോ? Eastern Cape right there. We're almost the second province. Almost. Yes, we are entering into the second province after 2 days. Okay, Western Province-ൽ നമ്മൾ എപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ വെസ്റ്റേൺ പ്രോവിൻസിൽ 2 ദിവസം നിൽക്കുന്നുള്ളൂ. ഇനി ഇപ്പം ഞങ്ങൾ ഈസ്റ്റേൺ പ്രോവിൻസിലോട്ട് കയറുവാണ് അല്ലേ? ഓക്കെ, province number 2 we are entering. This is the border running. അവിടെ എഴുതി വെച്ചാൽ വെൽക്കം ഇൻ ദ ബവ്യാൻസ് ക്ലബ്. ഇതെല്ലാം ആഫ്രിക്കാൻസ് ആണ്. പക്ഷെ നിങ്ങൾ അത് കൂടാതെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് വായിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, സ്റ്റിക്കേഴ്സ് മൊത്തം ഈ പറയുന്ന ഓവർലാൻഡേഴ്സിൻ്റെയും ഇതിവിടുത്തെ അവരുടെ സ്റ്റിക്കറാവും. യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെയാണ് അത്. അപ്പോൾ അവരെല്ലാം കൂടെ സ്റ്റിക്കർ എഴുതിയിട്ട് നമുക്കത് വായിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാണെങ്കിലും ഒഫീഷ്യലി വി ആർ എൻ്ററിങ് ഇൻ ടു ബവ്യാൻസ് ക്ലബ്. നമ്മുടെ സ്റ്റിക്കർ എന്തി? നമ്മുടെ സ്റ്റിക്കർ ഉണ്ടല്ലോ. What is that? What is that? Fancy ആണോ? ചിമ്പാൻസി അല്ല, ഇത് ബബൂൺസ്. ബബിയാൻസ് എന്ന് പറഞ്ഞാണല്ലോ, ബബൂൺസ് എന്നും അർത്ഥമുണ്ട്. ബബൂൺസിന്റെ ക്ലൂഫാണിത്. ബബൂൺസിന്റെ ക്ലൂഫാ. ഓക്കെ, 500 meter. Finally we are arriving our campsite. Sian, are you ready to go for a hiking trail with me? No. Why not? Okay. We good? Okay, we good, but we are entering to. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇറങ്ങുവാണ്. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി. ക്യാമ്പ് സൈറ്റിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് ഈ കാണുന്നത്. അവിടെ പഴയകാല വണ്ടികളൊക്കെ അവർ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഹലോ, അപ്പം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ വെൽക്കം ചെയ്യുന്ന ആൾക്കാർ ഇവരാട്ടോ. ഈ 2 പേരാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്യാമ്പ് സൈറ്റ്.
ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം. അപ്പോൾ യെസ്, ഹലോ ആൾട്ട. Been to Delhi, I've been to Jaipur, I've been to all those places where they know the Golden Triangle. Golden Triangle. That's where everybody goes. Yeah, everybody goes. But we are from South Kerala, Oh yeah. God's own country. Yeah. Next time you must consider going in. But I love India. They won't do anything. That one is now, he's a puppy. So she's a puppy, and this one. But she wants to play with this one, and this one is not. I think he's okay with that one. No, he likes loves dogs. Yeah. Yeah. Okay, is the camp busy today? Yeah. The camp is busy. There's people. Yes, we were both working in Panorama Mediclinic. You did. Yeah. So you're a nursing person. Genius, yeah. Yeah, I'm also a nurse. Yeah. So I used to. Yeah. And I World is so remember- small, eh? Yeah, because I was managing a hospital, the rehab in Tiger Valley. The Tiger Valley, yeah. Intercare. Intercare. Okay, we sent lots of patients from Panorama. Uh-huh. So then I was the hospital manager. I did that, and I left in 2007. And then they started, if I say import, the nurses from India because there was no people. Mediclinic started with Yeah. first. Yeah, Mediclinic. Yeah, that was Yeah. wonderful. Yeah, we were a big Still- group and actually. You're still staying here. You Yeah, can we are the stay. only ones staying. Most of us, like if you take the example of Panorama, we used to have 45 Indian nurses. Now we hardly 5 or 6 because everybody left to Australia or New Zealand or something. Yeah, after COVID actually. It's good. Yeah. For them to explore. Yeah, but for me, I'm enjoying So all. which wards did you guys work? I'm in a cath lab. I did open heart surgery and heart transplant, so I love that. Yeah, I'm in cardiac side. She used to be. Yeah, I was in cardiothoracic ICU before. Now Yeah. I moved to neonatal ICU. Yeah, I love the babies. In there you boss. It's the only place where you boss. So Listen, you guys- you managing the property or you own the No, property? what happened, so my husband passed away and Niku's wife passed away, Okay. and I went to Dubai Yes. in 2015 to go and manage a hospital there. Mediclinic one? No. No, it's actually not in Dubai, it was in Ashman. Ajman. Do you know Ashman? Yeah. Yeah. So you I'm sure you met with a lot of Kerala nurses there. I did. All my theatre nurses, everybody was there. Okay, so you worked with the Kerala nurses. Okay. A lot of them. Okay. Yeah. But Dubai is second Kerala for us. Yeah, Second. and then I came back. I didn't like it. I Yeah, did the not weather. like it. No, you did. No, because I like the nature, you know. Yeah. So I came back in 2016 and I met Niku. I came camping. Oh, you. Staying. But I'm still working as well. So you are a I traveler. work, Yeah. But now he's not here. He went on his motorbike. Yeah. Of course, On a trip. those who are, those who the are to guys. maintain this kind of property, they must be passionate about traveling as well. No? For sure. He never gets time to go away. And I said, I'll come back so that you can go. He's coming back tomorrow. Okay. That's good. Okay, So let's. you must now. Decided? Camp 3. Camp 3, yeah. Camp 3, the background is nice and cozy. ഓക്കെ ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൻ്റെ പവർ യൂസ് ചെയ്തില്ലായിരുന്നു. നാച്ചുറലി ഞങ്ങളുടെ പവർ സോഴ്സുകളെല്ലാം കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിന്നെ പവർ സോഴ്സ്, അതായത് ക്യാമ്പ് സൈറ്റിൻ്റെ പവർ സോഴ്സ് അവർ കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പവർ സോഴ്സ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പിള്ളേരുടെ ഐസ്ക്രീമൊക്കെ മെൽറ്റായി പോയായിരുന്നു. ഇവിടെ തന്നെ മേടിക്കുമായിരുന്നു. ഇവിടെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ കൊണ്ട് അത് കുറച്ച് ചിക്കൻ കബാബ്സ് ടൈപ്പ്, പിന്നെ ഇത് ഈ സൈഡിലിരിക്കുന്നത് ബീഫ്. ഞങ്ങൾ നല്ല കഴിച്ചേക്കാം. മീറ്റൊക്കെ റെഡിയാണ്. ഓക്കെ, ഡാർലിംഗ് റെഡിയല്ലേ? ഓക്കെ. God is great. God is good. Thank you, God, for all of it. Amen. ഓക്കെ, അപ്പോൾ വണ്ടിയൊക്കെ പുറകിൽ സെറ്റായി നിൽപ്പുണ്ട്. ഭയങ്കര ക്വയറ്റാണ്. അപ്പുറത്തും ഇപ്പുറത്തും 1-2 ക്യാമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ക്യാമ്പ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സൗണ്ട് എങ്ങനെയുണ്ട്? തലച്ചിട്ട് നല്ല ക്വയറ്റാ. ഇനി നല്ല ക്വയറ്റ്, ഒരു നിശബ്ദത എന്ന് പറഞ്ഞാൽ ഒരു അത്ര നിശബ്ദതയാണ്. തണുപ്പുണ്ടല്ലേ? അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലേ?
കൊള്ളാം. അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് Don't feed dogs out. പ്ലീസ് ഡോണ്ട് ഫീഡ് അവർ ഡോഗ്സ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആകെ ഇത്രയും നിശബ്ദത എന്ന് പറഞ്ഞാൽ ഇത്രയും നിശബ്ദത. അപ്പം അവർക്ക് 2-3 പട്ടിയുണ്ട്, പിന്നെ പൂച്ച ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പൂച്ച ഇങ്ങനെ നമ്മുടെ കാലേക്കൂടെ വന്ന് തട്ടിയപ്പോഴാണ് ഞെട്ടിപ്പോയി അല്ലേ. ടെൻറ്റിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ സഞ്ച് നിങ്ങൾ ഇന്നലെ കിടന്ന പോലെ തന്നെയല്ലേ? നിങ്ങൾ കിടന്നോളിയല്ലേ അതോ ഒരാൾ ഞങ്ങളിവിടെ കിടക്കുന്നോ? വേണ്ട, ഓക്കെയാണ്. ഓക്കെ. അല്ല നേരത്തെ പറയുന്നിട്ട് ഇവിടെ ഭയങ്കര സൈലൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ കുഴപ്പമില്ല. അപ്പം ഞാൻ റൂമിൽ നല്ല സൗകര്യമാണ്, ടെൻറ്റിൻ്റെ അകത്ത് സൗകര്യമുണ്ട്. നമ്മൾ പിന്നെ നാട്ടിൽ പെരുന്നാളിനെ ഓർമ്മിക്കുന്ന രീതിയിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അപ്പം നമുക്കിപ്പോഴും ഒരു വെട്ടം ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ ക്യാമ്പ് ഇവിടെ നല്ല ഗ്രാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ ചെളി പറ്റുന്നു അങ്ങനത്തെ ഒരു പേടി ടെൻഷനില്ല. ഏതായാലും പിള്ളേരിപ്പോൾ തന്നെ എക്സ്പേർട്ടായി. അവർ ആദ്യം കയറി കിടക്കട്ടെ. അപ്പം സമയം ഒത്തിരി പോകുന്നു. തുറക്കടാ. ഇതാണ് ആദ്യത്തെ ടെൻറ്റ്. രണ്ടും സെയിം സൈസ് ടെൻറ്റ് തന്നെയാണ്. ഇത് മോസ്കിറ്റോ നെറ്റ്. അങ്ങനെ ഓക്കെ, ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്ന് കിടന്നടാ. ഈശോ വെച്ചായിരുന്നോ? ഇതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ഇവിടം വരെ ഉണ്ട്. ഇവർ കിടക്കുമ്പോൾ ഫോണാ അവർ അവിടുന്ന് ടെഡി ബിയറും കിഡി ബിയറും എല്ലാം കൂടെ പൊക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് 3 ടെഡി ബിയർസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട് അവർക്ക്. നാളെ ഓക്കെ അതാ ചുമ്മാതല്ല ടെൻ്റ് അടയാത്ത. രാവിലെ ഓടിക്കും കേട്ടോ എല്ലാത്തിനും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ കിടന്നല്ലേ? ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം ഞങ്ങൾ ടെൻറ്റിൽ കയറി സെറ്റ്. ആളി കുളിച്ചില്ലേ? ഫ്രഷായില്ലേ? അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ സെറ്റപ്പ് കാണിച്ചില്ലായിരുന്നു. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ സെറ്റപ്പ് ഇതാണ്. പിള്ളേരെ സംബന്ധിച്ചൊരു ലാവിഷാണ്. പക്ഷേ നമ്മൾ കിടന്നാലും ഇത് ഇത്രയുണ്ട്. പിന്നെ സ്ലീപ്പിംഗ് ബാഗും എല്ലാം കൂടെ വരുമ്പോൾ 2 പേർക്ക് കിടക്കാം, കുഴപ്പമില്ല. അതാണ് ടെൻറ്റിൻ്റെ സെറ്റപ്പ്. കുളിച്ചൊന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അല്ലേ? അപ്പം സമയം കളയാൻ ഒട്ടുമില്ല. നാളെ രാവിലെ ആയിട്ട് തന്നെ ഇതേ വേഷത്തിൽ തന്നെ സ്ലീപ്പിംഗ് പൈജാമയിൽ തന്നെ നമുക്ക് ഹൈക്ക് ചെയ്യാം. അല്ലേ? ഇതേ അതെ. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് സെറ്റപ്പ്. ഓക്കെ, ഇങ്ങനെ 2-3 ഇത് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് കരുതിയതായിരുന്നു. ഇനി അഥവാ ഇൻ കേസ് എന്തെങ്കിലും രാത്രി വെട്ടം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് കൊച്ചുങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഇതിലേ കാണാൻ പറ്റും. ജസ്റ്റ് ഇതിലെ ഓപ്പൺ ആക്കി അപ്പുറത്തേക്ക് കാണാം. പക്ഷെ അവരും കൂടെ ഓപ്പൺ ആക്കണം. പക്ഷേ നമുക്ക് അതെ, ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഇന്നലെ അവർ തന്നെ കിടന്ന് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇച്ചിരി പേടി ഇന്നെന്തോ ഒരു അല്ലേ ഇവിടെ ഒട്ടും സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മൗണ്ടൻ റേഞ്ചിൻ്റെ കാര്യം എന്തോ പറഞ്ഞപ്പോഴേക്കും ചെറിയൊരു പേടിയൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞില്ല ഞങ്ങൾ കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ മൂങ്ങയുടെ രൂപങ്ങളും ഒരു മൂങ്ങകളുണ്ട് എന്നൊക്കെ ആരോ മറ്റേ റിസപ്ഷനിലെ പുള്ളിക്കാരി പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ അവർക്ക് മൂങ്ങ എന്ന് പറയുന്നത് എന്തോ പേടി സ്വപ്നമായിട്ട് ഉണ്ട്, സൗണ്ടിൻ്റെ ആയിരിക്കും. അങ്ങനെ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാളെ രാവിലെ കാണാം. അപ്പോൾ ഉറങ്ങൂല്ലേ? കിടക്കൂല്ലേ? ഓക്കെ, അപ്പോൾ കിടക്കാം. ഓക്കെ അല്ലേ?